നമസ്കാരം. വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നരേന്ദ്രമോദി വിഴിഞ്ഞത്ത് എത്തുമെന്നാണ് ഔദ്യോഗികമായി തന്നെ കേരള സർക്കാരിന് ലഭിച്ചിട്ടുള്ള വിവരം. അതുകൊണ്ട് തന്നെയാണ് നിലവിൽ തിരുവനന്തപുരം അതീവ ജാഗ്രതയിലാണ്. ഓരോ ദിവസവും തിരുവനന്തപുരത്ത് വ്യാജ ബോംബ് ഭീഷണി വരുന്നത് തന്നെ വലിയൊരു തലവേദന കേരള പോലീസിന് ഉണ്ടാകുന്നുണ്ട്. കൂടാതെ മോദി തിരുവനന്തപുരത്ത് എത്തിയാൽ ഏതെങ്കിലും തരത്തിൽ ഒരു ബോംബ് ഭീഷണി ഉണ്ടായാൽ തന്നെ ആ ഭീഷണി വ്യാജമാണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ മോദിക്ക് രാജ്ഭവനിൽ നിന്നും വിഴിഞ്ഞത്തേക്ക് സന്ദർശനം നടത്താൻ സാധിക്കുകയുള്ളൂ. ഇനി വിഴിഞ്ഞത്ത് എത്തുന്ന സമയത്താണെങ്കിൽ തന്നെ ആ സന്ദേശം വ്യാജമാണെന്ന് ഉറപ്പാക്കുന്നത് വരെ മോദിയുടെ ഹെലികോപ്റ്റർ ആകാശത്ത് ഒന്നേ വട്ടമിട്ട് പറക്കേണ്ടി വരും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റേണ്ടി വരും. കൂടാതെ പണ്ട് മുതൽ തന്നെ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരും അതോടൊപ്പം തന്നെ SDPI പ്രവർത്തകരും അതോടൊപ്പം തന്നെ തീവ്ര മുസ്ലിം സംഘടനകളും മോദിക്കെതിരെ ഭീഷണി മുഴക്കുന്നുണ്ട്. കൂടാതെ വഖഫ് ബില്ല് കേന്ദ്ര സർക്കാർ പാസാക്കിയതോടെ തീവ്ര മുസ്ലിം സംഘടനകൾ മോദി സർക്കാരിനെതിരെ പ്രതിഷേധം ഉയർത്തുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മെയ് 1 തിരുവനന്തപുരത്ത് എത്തുകയാണ്. വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടനത്തിനായി എത്തുന്ന മോദി രാജ്ഭവനിൽ താമസിക്കും. മെയ് 2 ഉച്ചയ്ക്ക് 12 മണിക്കാണ് വിഴിഞ്ഞത്ത് തുറമുഖത്തിന്റെ കമ്മീഷനിങ്. പ്രധാനമന്ത്രിയുടെ വരവുമായി ബന്ധപ്പെട്ട് SPG സുരക്ഷ തിരുവനന്തപുരത്ത് ഉടനീളം ഒരുക്കുകയാണ്. വ്യാഴവും വെള്ളിയും തിരുവനന്തപുരത്തിന്റെ വ്യോമ കടൽ മേഖലകളും സൈനിക നിരീക്ഷണത്തിലാകും. പഹൽഗാം ഭീകരാക്രമണവും തുടർന്നുള്ള സംഭവ വികാസങ്ങളും കാരണം സമാനതകളില്ലാത്ത നിരീക്ഷണമാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും മുഖ്യമന്ത്രി പിണറായി വിജയനും അടക്കമുള്ളവർ പ്രധാനമന്ത്രിയെ സ്വീകരിക്കും. മോദിയിൽ നിന്നും കേരളം ഏറെ പ്രഖ്യാപനങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട്. കേന്ദ്ര ഇന്റലിജൻസും മോദിയുടെ വരവുമായി ബന്ധപ്പെട്ട് അതീവ ജാഗ്രതയിലാണ്. തിരുവനന്തപുരത്ത് അടിക്കടി ഉണ്ടാകുന്ന വ്യാജ ബോംബ് ഭീഷണികളുടെ പശ്ചാത്തലത്തിൽ വിഴിഞ്ഞത്തെ പരിപാടി അടക്കം ഏതെങ്കിലും തരത്തിൽ ഒരു വിഴിഞ്ഞത്തെ പരിപാടി അലങ്കോലമാകാതിരിക്കാനുള്ള മുൻകരുതലുകളും, ഏതെങ്കിലും തരത്തിൽ പരിപാടി അലങ്കോലമായാൽ അതിൻ്റെ പ്രധാന ഉത്തരവാദി സംസ്ഥാന സർക്കാരും തന്നെയാകും. അനാവശ്യമായി ഒരാളെയും യോഗ നടക്കുന്ന സ്ഥലത്തേക്ക് കടത്തിവിടില്ല. അടിയന്തര സാഹചര്യത്തിൽ മോദിയുടെ യാത്രാ പരിപാടികൾ മാറും. അങ്ങനെ വന്നാൽ ഉദ്ഘാടനത്തിന് തൊട്ടു മുമ്പ് തിരുവനന്തപുരത്ത് എത്തുന്ന ക്രമീകരണങ്ങളിലേക്കായിരിക്കും കാര്യങ്ങൾ മാറുക. രാജ്യത്തിന്റെ വ്യാവസായിക ചരിത്രത്തിൽ മുൻപന്തിയിൽ ഇടം പിടിക്കാനൊരുങ്ങുന്ന ഒരു വമ്പൻ വികസന പദ്ധതികളിലൊന്നാണ് വിഴിഞ്ഞം തുറമുഖം. പ്രവർത്തന സജ്ജമായി 4 മാസത്തിനുള്ളിൽ തന്നെ ദക്ഷിണേന്ത്യയിലെ മുൻനിര തുറമുഖങ്ങളോട് കിടപിടിക്കുന്ന പ്രകടനമാണ് വിഴിഞ്ഞത്തിൻ്റെത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കുന്ന ഉദ്ഘാടനത്തിനെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കുന്നതിന് തുറമുഖത്ത് പോലീസിന്റെയും SPGയുടെയും നേതൃത്വത്തിൽ കനത്ത സുരക്ഷയാണ് ഒരുക്കുന്നത്. വിഴിഞ്ഞം തുറമുഖ പരിധിയിലുള്ള കടലിന്റെ വിസ്തൃതമായ പരിധിയിലും തിരുവനന്തപുരം ജില്ല ഉൾപ്പെടെ വിമാനത്താവള പരിധിയിലും വിഴിഞ്ഞം തുറമുഖത്തിന്റെ കടൽ ആകാശ പരിധിയിൽ നിരീക്ഷണവും കനത്ത സുരക്ഷയും ഏർപ്പെടുത്തും. കടൽ പരിധിയിൽ നാവികസേനയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും സൈനിക കപ്പലുകളെ വിന്യസിക്കും. ആദ്യമായാണ് വിഴിഞ്ഞം കടലിന്റെ പരിധിയിൽ വിവിധ സൈനിക വിഭാഗങ്ങളുടെ കപ്പലുകൾ ഒരുമിച്ചെത്തുക. ആകാശ നിരീക്ഷണവുമായി വ്യോമസേനയുടെയും നാവികസേനയുടെയും സൈനിക വിമാനങ്ങളും ഉണ്ടാകും. നാവികസേനയുടെ ഒരു സൈനിക കപ്പൽ വിഴിഞ്ഞത്ത് എത്തിയിട്ടുണ്ട്. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായുള്ള ട്രയൽ റൺ 30 നടക്കും. മെയ് 1 തലസ്ഥാനത്തെത്തുന്ന പ്രധാനമന്ത്രി രാജ്ഭവനിൽ തങ്ങി 2 രാവിലെ 11 എയർഫോഴ്സിന്റെ പ്രത്യേക ഹെലികോപ്റ്ററിൽ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിറങ്ങും. 3 ഹെലിപാഡുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി എത്തുന്നതിന് മുന്നോടിയായുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ പരിശോധിക്കാനും നിരീക്ഷിക്കാനുമായി ഡൽഹിയിൽ നിന്നുള്ള SPG സംഘം വിഴിഞ്ഞത്ത് എത്തിയിട്ടുണ്ട്. IG റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലുള്ള സംഘം ഹെലിപാഡുകൾ, കമ്മീഷനിംഗ് ചടങ്ങ് നടക്കുന്ന ബെർത്ത്, ഉദ്ഘാടന യോഗം നടക്കുന്ന വേദി എന്നിവ സന്ദർശിച്ച് നിർദ്ദേശം നൽകി. തുടർന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥരുടെ യോഗവും ചേർന്നു. മോദിക്കായി പോർട്ട് ഓപ്പറേഷൻ മന്ദിരം, മുഖ്യ പ്രവേശന കവാടം എന്നിവിടങ്ങളിലാണ് പ്രധാന ഹെലിപാഡുകൾ ഒരുക്കിയിട്ടുള്ളത്. ഇതിൽ POBക്ക് സമീപത്തെ ഹെലിപാഡിനാണ് മുൻഗണന. അടിയന്തര ലാൻഡിങ്ങിനായി വലിയ കടപ്പുറത്തും ഒരു ഹെലിപാഡ് ഉണ്ടാകും. തുറമുഖത്തെത്തുന്ന പ്രധാനമന്ത്രി ഗവർണർ, മുഖ്യമന്ത്രി, മറ്റു മന്ത്രിമാർ എന്നിവർ ചേർന്ന് സ്വീകരിക്കും. തുടർന്ന് POB മന്ദിരത്തിലെത്തി കമ്പ്യൂട്ടർ നിയന്ത്രിത തുറമുഖ പ്രവർത്തനം വീക്ഷിക്കും. പിന്നീട് ബെർത്തിൽ കമ്മീഷനിംഗ് നിർവഹിച്ച ശേഷം വേദിയിലെത്തി പ്രസംഗിക്കും. ഉദ്ഘാടന വേദി പ്രധാന കവാടത്തിന് സമീപം സജ്ജമാക്കുന്ന ജോലി തുടങ്ങിക്കഴിഞ്ഞു. 10,000-ഓളം പേരെയാണ് ഉദ്ഘാടന ചടങ്ങിന് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ വിഴിഞ്ഞത്തിന് VGF നൽകുന്നതുൾപ്പെടെ കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ തർക്കം നിലനിന്നിരുന്നു. കേന്ദ്ര നിബന്ധനകൾക്കെതിരെ സംസ്ഥാന ഔദ്യോഗികമായി പ്രതിഷേധവും അറിയിച്ചിരുന്നു. എന്നാൽ മുൻ ധാരണയിൽ നിന്നും വ്യതിചലിക്കാൻ കേന്ദ്രം തയ്യാറായില്ല. തുടർന്ന് ആദ്യത്തെ കരാർ പ്രകാരം തന്നെ 817 കോടിയുടെ VGF വാങ്ങാൻ സംസ്ഥാന കരാർ ഒപ്പിടുകയായിരുന്നു.
അതിനുശേഷമാണ് പ്രധാനമന്ത്രി തന്നെ തുറമുഖ സമർപ്പണത്തിനായി വിഴിഞ്ഞത്ത് എത്തുന്നത്. വിഴിഞ്ഞം തുറമുഖത്ത് പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലാകും ചടങ്ങ് നടക്കുക. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡാണ് ചടങ്ങ് നടത്തുന്നതിന് ചുമതല. കഴിഞ്ഞ ജൂലൈയിലാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ട്രയൽ റൺ ആരംഭിച്ചത്. തുറമുഖത്തിനെത്തിയ സാൻ ഫെർണാണ്ടസോ എന്ന കപ്പലിനെ സ്വീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ട്രയൽ റൺ ഉദ്ഘാടനം ചെയ്തത്. ഡിസംബറിൽ തുറമുഖം പൂർണ്ണതോതിൽ പ്രവർത്തനവും തുടങ്ങി. ഇക്കാലയളവിൽ ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പലുകളിൽ ചിലത് വിഴിഞ്ഞത്തെത്തി. PPP മാതൃകയിൽ 7700 കോടിയുടെ പൊതു സ്വകാര്യ പങ്കാളിത്ത പദ്ധതിയായ വിഴിഞ്ഞം രാജ്യത്തെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം കൂടിയാണ്. സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡുമായി ചേർന്ന് അദാനി ഗ്രൂപ്പിനാണ് തുറമുഖത്തിന്റെ നിർമ്മാണത്തിന്റെയും ചുമതല. അതോടൊപ്പം തന്നെ നടത്തിപ്പിന്റെയും ചുമതല അദാനിക്കാണ്. തുറമുഖത്തിന്റെ ഭാഗമായ റെയിൽ, റോഡ് കണക്ടിവിറ്റി പദ്ധതികളും ആവിഷ്കരിച്ചിട്ടുണ്ട്. ആഗോളതലത്തിൽ കടൽ വഴി ഏറ്റവും കൂടുതൽ ചരക്കു നീക്കം നടത്തുന്ന ഒരു അന്തർദേശീയ കടൽപാതയുടെ 10 നോട്ടിക്കൽ മൈൽ അടുത്ത് സ്ഥിതി ചെയ്യുന്ന വിഴിഞ്ഞം തുറമുഖത്തിന്റെ 20 മീറ്റർ സ്വാഭാവിക ആഴവുമുണ്ട്. 2015 ഓഗസ്റ്റ് 17 വിഴിഞ്ഞം തുറമുഖത്തിന്റെ കരാർ ഒപ്പിടുന്നത്. ഡിസംബർ 5 തറക്കല്ലിട്ട് നിർമ്മാണം തുടങ്ങി. 5 വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കണമെന്നാണ് കരാറെങ്കിലും 2024 പദ്ധതി പൂർത്തിയായത്. 10,000 കോടി നിക്ഷേപം വേണ്ടിവരുന്ന തുറമുഖത്തിന്റെ 2ഉം 3ഉം ഘട്ട നിർമ്മാണവും അദാനി ഗ്രൂപ്പ് ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്. Partner EduBix Online Executive Education. Focus Physiotherapy Center Pattam. Unnat Engineering Gujarat. Tirthayatra.com. Iron Build Gujarat. PRS Hospital കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.